നമസ്കാരം. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് പ്രധാന പ്രതി. ഇയാളുടെ ഫോണിൽ നിന്ന് ഒടുവിൽ ലഭിച്ചിരിക്കുന്നത് പല നിർണായക വിവരങ്ങളുമാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വരെ പോറ്റിയെ സഹായിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അതേസമയം കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ SIT പുറത്തുവിട്ടിട്ടില്ല. ഈ ഫോണിൽ നിർണായക വിവരങ്ങളെല്ലാം തന്നെയുണ്ട്. ഇതിപ്പോൾ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് പോലീസ്. അതേസമയം തനിക്ക് കടകംപള്ളിയെ അറിയാമെന്ന് കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ വിശദീകരണവുമായി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അതിനുശേഷം രംഗത്തെത്തുകയും ചെയ്തു. 2017 മുതൽ താനുമായി പരിചയമുണ്ടെന്നും വീട്ടിൽ സന്ദർശനം നടത്തിയിട്ടുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മൊഴി നൽകിയതിന് പിന്നാലെയാണ് കടകംപള്ളി സുരേന്ദ്രൻ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബംഗളൂരു കൂടിക്കാഴ്ചയെക്കുറിച്ചും പോറ്റിക്കൊപ്പമുള്ള ചിത്രങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കടകംപള്ളി സുരേന്ദ്രൻ മറുപടി നൽകിയില്ല. 2017 ഒരു കുട്ടിയുടെ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായിട്ടാണ് താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയതെന്ന് കടകംപള്ളി സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ശബരിമല സ്വാമിയുടെ ഭക്തൻ എന്ന നിലയിലാണ് പോറ്റിയെ പരിചയപ്പെട്ടതെന്നും ദേവസ്വം മന്ത്രി എന്ന നിലയിലും വ്യക്തിപരമായും തനിക്കുള്ള ബന്ധം അന്വേഷണ ഏജൻസിയോട് പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളയിലൂടെ കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി അനധികൃതമായി വൻ സ്വത്ത് സമ്പാദിച്ചതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. പോറ്റിയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ ഇയാൾ വാങ്ങിക്കൂട്ടിയ ആസ്തികൾ സംബന്ധിച്ച നിർണായക രേഖകൾ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു. ശബരിമലയിലെ സ്പോൺസർഷിപ്പ് ഇടപാടുകളിൽ വലിയ ക്രമക്കേടുകൾ നടന്നു എന്ന് തന്നെയാണ് EDയുടെ വിലയിരുത്തൽ. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടത്തിയ പരിശോധനയിൽ ഇതുമായി ബന്ധപ്പെട്ട സുപ്രധാന രേഖകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. തട്ടിപ്പിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ചില ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും കൂട്ടുനിന്നതായും തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞു. സ്വർണ്ണക്കൊള്ളയ്ക്ക് പുറമെ ശബരിമലയിലെ മറ്റു ചില ക്രമക്കേടുകളെക്കുറിച്ചും EDക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസ്, ഗോവർദ്ധൻ എന്നിവരുമായി നടത്തിയ ഇടപാടുകളിലും ദുരൂഹതയുണ്ട്. പ്രതികൾ തട്ടിപ്പിലൂടെ സമ്പാദിച്ച സ്വത്തുക്കൾ ഉടൻ കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്ക് ED കടക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി മുൻ കരാറുകാരനെ ഇടനിലക്കാരനാക്കി തിരുവനന്തപുരം കഴക്കൂട്ടം മലയൻകീഴ് മേഖലയിലും ബംഗളൂരുവിലും വലിയ ഭൂസ്വത്ത് സ്വന്തമാക്കിയതായി SIT. ഉദ്ദേശം 30 കോടിയിലധികം രൂപയുടെ വസ്തുക്കളാണ് 2020 ശേഷം പോറ്റി സ്വന്തമാക്കിയത്. കേരളത്തിലെ സ്വത്തുക്കൾ സഹോദരി അടക്കമുള്ളവരുടെ ബിനാമി പേരുകളിലാണ്. ബംഗളൂരുവിൽ ഭാര്യയുടെ പേരിലും രമേശ് റാവുവിന്റെ പേരിലുമാണ് സ്വത്തുള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇത് സംബന്ധിച്ച് പോറ്റി തന്നെയാണ് മൊഴി നൽകിയത്. കഴക്കൂട്ടം, മലയൻകീഴ് സബ് രജിസ്ട്രാർ ഓഫീസുകളിലായി നിരവധി ഭൂമി രജിസ്ട്രേഷനുകൾ നടത്തിയതായി SIT കണ്ടെത്തി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്നും ലഭിച്ച പണമാണോ ഭൂമി അടക്കമുള്ള ആസ്തികൾക്കായി വിനിയോഗിച്ചത് എന്നതിൽ സംശയമുണ്ട്. ആവശ്യക്കാർക്ക് വട്ടിപ്പലിശയ്ക്ക് പണം നൽകിയ ശേഷം തിരിച്ചടവ് മുടങ്ങുന്നവരുടെ ഭൂമി കൈക്കലാക്കുന്ന രീതിയും ഇയാൾക്കുണ്ടായിരുന്നു. ഇടനില നിന്ന കരാറുകാരനിൽ നിന്നും SIT മൊഴിയെടുത്തിട്ടുണ്ട്. ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും ഉന്നത ജീവനക്കാർക്കും സമ്മാനങ്ങൾ നൽകി അവരുടെ പ്രീതി പിടിച്ചുപറ്റുക എന്നതായിരുന്നു പോറ്റിയുടെ രീതി. ഒപ്പം ശബരിമലയിലെത്തുന്ന കോടീശ്വരന്മാർക്ക് ദർശനം, താമസം എന്നിവ ഒരുക്കിക്കൊടുത്ത് അവരുടെ പ്രീതി പിടിച്ചുപറ്റിയ ശേഷം ദേവസ്വം അംഗങ്ങളെ പരിചയപ്പെടുത്തുന്ന പതിവും പോറ്റിക്കുണ്ടായിരുന്നു.